ഹരി ഓം. എല്ലാവർക്കും നമ്മുടെ ഭഗവത്ഗീത അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് 112ാമത്തെ ദിവസമാണ്. 112 എന്ന് പറയുമ്പോൾ ഒരു താന്ത്രിക് ബുക്കുണ്ട്. അതിൽ 112 രീതിയിലെ ധ്യാനങ്ങളുണ്ടെന്ന് പറയാം. അത് നമുക്ക് വരുന്ന എപ്പോഴെങ്കിലും ദിവസങ്ങളിൽ നോക്കാം. 112 ways of meditation. ഇപ്പം നമ്മൾ വിശ്വരൂപ ദർശനത്തിലെ ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തുടങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ധ്യാന ശ്ലോകത്തിൽ തുടങ്ങാം. അതിനുവേണ്ടി ഇന്ദിരാദേവിയൊക്കെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹരിയോമക്ക. ഹരിയോ. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ സരസ്വത്യേ നമഃ. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാം നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാം മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്തതാമി ഭഗവത് ഗീതേ ഭവദ്വേഷിണീം. നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ പുല്ലാരവിന്ദായതപത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപകാം. പ്രപന്നപാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സ സുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭീഷ്മദ്രോണതടാ ജയദ്രഥജലാം ഗാന്ധാരനീലോൽപലാ ശല്യഗ്രാഹവതീ കൃപേണ വഹനീ കർണേന വേലാകുലാം. അശ്വത്ഥാമവികർണഘോരമകരാ ദുര്യോധനാവർത്തിനീ സോത്തീർണാ ഹലു പാണ്ഡവൈരണനദി കൈവർത്തകഃ കേശവാം. പാരാശാര്യവച സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം. ലോകേ സജ്ജനഷ്ട പദൈരൈഹരഃ പേബീയമാനം മുദാ ഭൂയാത് ഭാരത പങ്കജം കലിമല പ്രധ്വംസിനം ശ്രേയസേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാ തമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യസ്തവൈർ വേദൈ സാംഗപദക്രമോപനിഷദൈർ ഗായന്തി യം സാമഗാം. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദും സുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. ഹരിയോമക്ക. നന്ദി അക്ക. ധ്യാന ശ്ലോകം ചൊല്ലിയ ഇന്ദിരാക്ക. ഹരിയോം. ഇനി ഇന്ന് 13 18 ശ്ലോകം വരെയാണ് ഇന്നത്തെ ചാൻറ്റിങ്ങും എക്സ്പ്ലനേഷനും. അപ്പം ആദ്യം തന്നെ ഇതിൽ ബാക്കപ്പായിട്ട് എത്തിയിരിക്കുന്നത് ചാൻറ്റിങ്ങിന് വേണ്ടി ഗംഗാക്കെ, എക്സ്പ്ലനേഷനിൽ ബാക്കപ്പായിട്ട് എത്തിയിരിക്കുന്നത് ജ്യോതിയാക്കിയാണ്. ഇതാണ് ഏറ്റവും ക്രിട്ടിക്കൽ റൂൾസ്. ഫുൾ ടൈം ശ്രദ്ധിച്ചിരിക്കണം. ഹരിയോമക്ക. ഇപ്പോൾ 13, 14, 15 ചാൻറ്റിങ്ങിന് വേണ്ടി സിന്ധുവൊക്കെയും റിപ്പീറ്റേഷന് വേണ്ടി ഓമനക്കുട്ടിയൊക്കെയും ക്ഷണിച്ചുകൊള്ളുന്നു. ഹരിയും.
ॐ श्री परमात्मने नमः। अथ एकादशोऽध्यायः विश्वरूपदर्शनयोगः। श्लोकं 13। तत्रैकस्थं जगत्कृत्स्नं तत्रैकस्थं जगत्कृष्णं प्रविभक्तमनेकधा प्रविभक्तमनेकधा अपश्यद्देवदेवस्य अपश्यद्देवदेवस्य शरीरे पाण्डवस्तदा। शरीरे पाण्डवस्तदा। तत्रैकस्थं जगत्कृत्स्नं प्रविभक्तमनेकधा तत्रैकस्थं जगत्कृष्णं प्रविभक्तमनेकधा अपश्यद्देवदेवस्य शरीरे पाण्डवस्तदा। अपश्यद्देवदेवस्य शरीरे पाण्डवस्तदा। तत्रैकस्थं जगत्कृत्स्नं प्रविभक्तमनेकधा अपश्यद्देवदेवस्य शरीरे पाण्डवस्तदा। तत्रैकस्थं जगत्कृष्णं प्रविभक्तमनेकधा अपश्यद्देवदेवस्य शरीरे पाण्डवस्तदा। श्लोकं 14। ततः सविस्मयाविष्टः ततः स विस्मयाविष्टः हृष्टरो मा धनञ्जयः हृष्टरो मा धनञ्जयः प्रणम्य शिरसा देवम् प्रणम्य शिरसा देवम् कृताञ्जलिरभाषत। कृताञ्जलिरभाषत। ततः सविस्मयाविष्टः हृष्टरो मा धनञ्जयः ततः स विस्मयाविष्टः हृष्टरो मा धनञ्जयः प्रणम्य शिरसा देवं कृताञ्जलिरभाषत। प्रणम्य शिरसा देवं कृताञ्जलिरभाषत। ततः सविस्मयाविष्टः हृष्टरो मा धनञ्जयः प्रणम्य शिरसा देवं कृताञ्जलिरभाषत। ततः स विस्मयाविष्टः हृष्टरो मा धनञ्जयः प्रणम्य शिरसा देवं कृताञ्जलिरभाषत। श्लोकं 15। अर्जुन उवाच अर्जुन उवाच पश्यामि देवांस्तव देवदेहे पश्यामि देवांस्तव देवदेहे सर्वांस्तथा भूतविशेषसङ्घान् सर्वांस्तदा भूतविशेषसङ्घान् ब्रह्माणमीशं कमलासनस्थम् ब्रह्माणमीशं कमलासनस्थम् ऋषींश्च सर्वानुरगांश्च दिव्यान्
ഋഷീം ച സർവാനുരഗാം ച ദിവ്യാൻ പശ്യാമി ദേവാംസ്തവ ദേവദേഹേ സർവാംസ്തഥാ ഭൂതവിശേഷസംഘാൻ പശ്യാമി ദേവാംസ്തവ ദേവദേഹേ സർവാംസ്തദാ ഭൂതവിശേഷസംഘാൻ ബ്രഹ്മാണമീശം കമലാസനസ്ഥം ഋഷീംശ്ച സർവാനുരഗാംശ്ച ദിവ്യാൻ ബ്രഹ്മാണമീശം കമലാസനസ്ഥം ഋഷീം ച സർവാനുരഗാം ച ദിവ്യാൻ പശ്യാമി ദേവാംസ്തവ ദേവദേഹേ സർവാംസ്തഥാ ഭൂതവിശേഷസംഘാൻ ബ്രഹ്മാണമീശം കമലാസനസ്ഥം ഋഷീംശ്ച സർവാനുരഗാംശ്ച ദിവ്യാൻ പശ്യാമി ദേവാംസ്തവ ദേവദേഹേ സർവാംസ്തദാ ഭൂതവിശേഷസംഘാൻ ബ്രഹ്മാണമീശം കമലാസനസ്ഥം ഋഷീം ച സർവാനുരഗാം ച ദിവ്യാൻ. ഹരി ഓം. ഹരി ഓം. ഹരി ഓം സിന്ധുവക്ക, ഹരി ഓം ഉമ്മനക്കുട്ടിയക്ക. അത് 13, 14, 15. ഈ 3 ശ്ലോകത്തിന്റെ അർത്ഥം ഒന്ന് നോക്കാം. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം വിശ്വരൂപദർശനം. അപ്പോൾ അർജുനൻ തന്നെ ചോദിച്ചു വാങ്ങിച്ചതാണ്. ആദ്യം നല്ലപോലെ പേടിച്ചെന്നാണ് പറയുന്നത്. വിശ്വരൂപം ഒന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചപ്പോൾ ഇത് വിശ്വരൂപം കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന വരികളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കെല്ലാവർക്കും അറിയാം, ചെറുതിലെയും ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് കൃഷ്ണൻ. യശോദ അമ്മയോട് ഇതേപോലൊരു രൂപം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. മണ്ണ് കഴിക്കുമോ എന്ന് ചോദിച്ച് വായ തുറന്ന് നോക്കുമ്പോൾ യശോദ അമ്മയ്ക്ക് മുഴുവൻ ഇതേപോലൊരു വിശ്വരൂപ ദർശനം കാണിച്ചു കൊടുത്ത. അമ്മ ബോധം കെടാൻ വരുമ്പോഴത്തേക്ക് അപ്പം ഒന്ന് തൊട്ട് ഒന്ന് ശരിയാക്കി കൊടുക്കും. പക്ഷേ ഇപ്പോൾ അർജുന് ഇത് കഴിവുണ്ട്, ഇത് കാണാനും ഇത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കൃഷ്ണന് അറിയാം. അപ്പം അതുകൊണ്ട് ചോദിച്ച് കഴിയുമ്പോൾ വിശ്വരൂപ ദർശനം കാണിച്ചു കൊടുക്കും. അപ്പം ഇത് ചില സ്വാമികൾ പറയുന്നത്, ഇത് ഈ കാഴ്ച ദർശനം എന്നൊക്കെ പറയുന്നത് നമ്മുടെ സനാതന ധർമ്മത്തിൽ ദർശനം എന്നൊക്കെ പറയുന്നത് ഒരു ഫിലോസഫി എന്ന് ഒരു അർത്ഥമുണ്ട്. ദർശനം നമ്മുടെ പല സ്ഥലങ്ങളിലും ബോധത്തെ വെളിച്ചമെന്ന് പറയും, കാഴ്ച, ദർശനം, മനസ്സിലാക്കുന്നത് എന്നൊക്കെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെറും ഒരു കാഴ്ചയല്ല, ഇതൊരു ദർശനമാണ്, ഇതൊരു ഫിലോസഫിയാണ്. എന്താണ് ഇതിൻ്റെ ഫിലോസഫി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് അടുത്ത ചാപ്റ്ററാണ് ഇതിൻ്റെ ഫിലോസഫി. എനിക്ക് തോന്നുന്നു ആരെങ്കിലും നമ്മളൊരു വലിയൊരു മഹാത്മാവ് ആണെന്ന് മനസ്സിലാകുമ്പോൾ, ഇപ്പോൾ സ്വാമി വിവേകാനന്ദൻ്റെ കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് വിവേകാനന്ദ നമ്മളിപ്പോൾ ഇവിടുന്ന് വായിക്കും, ഉടനെ നമുക്ക് എന്താണ് ഉണ്ടാകുന്നത്? സ്വാമി വിവേകാനന്ദന് ഒരു ഭക്തി ഉണ്ടാവും, ഇത്ര വലിയ ഒരാളാണ്. അപ്പം ആരെ പറ്റിയായാലും നമ്മൾ മഹിമ കേൾക്കുമ്പോൾ അവരിൽ നമുക്കൊരു ഭക്തിയുണ്ട്. അപ്പം അതേപോലെയാണ് ഈ പിക്ചറിലൊക്കെ കാണുന്ന ഓരോരോ ഹീറോസ്, അവരൊക്കെ എന്തെല്ലാം കാണിക്കുന്നത്. അപ്പം ആൾക്കാർക്ക് അത് ഭക്തി ഉണ്ടാകും, ഒരു ഫാൻ ഫോളോയിങ് ഉണ്ടാവും. അപ്പം അതേപോലെ ഇത് അൾട്ടിമേറ്റ് രൂപമാണ്. ഇതിൽ കവിഞ്ഞ ഇനിയൊരു ഹീറോയിസം ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമില്ല. അപ്പോൾ അൾട്ടിമേറ്റ് ട്രൂത്ത്
ഇതിൻ്റെ ഒരു രൂപം തന്നെ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ, അപ്പൊ 13ാമത്തെ ശ്ലോകം നോക്കാം. ഇതിൽ വേർഡ് ബൈ വേർഡ് പോവാതെ ജസ്റ്റ് ഒരു ഓവറോൾ മീനിങ് നമുക്ക് നോക്കാം. 13ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, കൃഷ്ണൻ അർജുനന് എൻറ്റയർ യൂണിവേഴ്സ്, കംപ്ലീറ്റ് ലോകം, പ്രപഞ്ചത്തെ ഒരു സ്ഥലത്ത്, ഒരു ശരീരത്തിൽ കാണിച്ചു കൊടുത്തു എന്നാണ് 13ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം. അപ്പൊ ഇത് 13ഉം 14 വരെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് 15ാമത്തെ ശ്ലോകത്തിൽ നിന്ന് ഒരു 17 ശ്ലോകങ്ങൾ അർജുനൻ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ 14 വരെ നമുക്ക് അർജുനൻ എന്താണ് സംഭവിക്കുന്നത് അത് വിവരിക്കുകയാണ് സഞ്ജയൻ. 15ാമത്തെ ശ്ലോകത്തിൽ നിന്ന് അർജുനൻ സംസാരിക്കുകയാണ്. അർജുനന് നടക്കുന്ന കാര്യങ്ങൾ പറയുകയാണ് ഒരു 17 ശ്ലോകങ്ങൾ. അപ്പൊ ഇവിടെ എന്തായി? അർജുനൻ വണ്ടർ അടിച്ചിരിക്കുകയാണ്. ഇതെല്ലാം കണ്ട് 13ാമത്തെ ശ്ലോകത്തില് ഒരു സ്ഥലത്ത് എങ്ങനെയാണ് അത് പറയുമ്പോൾ തന്നെ ഒരു എന്താണ് അത്ര ഫിറ്റ് ആവുന്നില്ല. എന്നാലും എങ്ങനെയാണ് നമുക്ക് മുഴുവൻ പ്രപഞ്ചം ഒരു സ്ഥലത്ത് എങ്ങനെ കാണാൻ പറ്റും? അതൊരു ട്രിക്കാണ് അല്ലേ? അപ്പൊ അത് ഡിവൈൻ, അത് എനിക്കൊന്ന് മുൻപേ പറഞ്ഞിട്ടുണ്ടായിരിക്കും. കൃഷ്ണൻ ഒരു ദിവ്യമായിട്ടുള്ളൊരു ചക്ഷുസ് അല്ലെങ്കിൽ കണ്ണ് കാണാൻ ഒരു ഡിവൈൻ പവർ കൊടുത്തു. എന്നിട്ടാണ് ഇത് നടക്കുന്നത്. അപ്പോ എല്ലാ ദേവതകളും എല്ലാവരും ഒരേ ഒരു ശരീരത്ത്, കൃഷ്ണന്റെ ശരീരത്ത് വന്നത് അർജുനൻ കാണുന്നു എന്നാണ് 13ാമത്തെ ശ്ലോകം. അടുത്ത ശ്ലോകം 14ാമത്തെ ശ്ലോകത്തില് വിസ്മയ ആവിഷ്ട, ഫുൾ ഓഫ് വണ്ടർ, അത്ഭുതങ്ങളാണ്. ഈ അത്ഭുതം കാണുമ്പോൾ ഹൃഷ്ടരോമ, രോമാഞ്ചം കൊള്ളുന്നു, എല്ലാ രോമവും എണ്ണിച്ചു നിൽക്കുന്നു. ഇതാണ് 14ാമത്തെ ശ്ലോകത്തില്. അപ്പൊ എന്താണ് ആവുന്നത്? ആദ്യം ഇതെന്താണെന്നുള്ളൊരു രസമല്ലോ, ഇത് നോക്കാമെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ പേടിയുണ്ടായിരുന്നു, കുറച്ച് പേടിയുണ്ടായി. അത് കഴിഞ്ഞിട്ട് ഭക്തി ഉണ്ടായി. അപ്പോൾ കൈകൾ കൂപ്പി നമിക്കുകയാണ്. അപ്പോൾ തല കുനിച്ച് കൃഷ്ണനെ വിത്ത് ഫോൾഡഡ് ഹാൻഡ്സ്, നമസ്കാര സ്ഥിതിയിൽ കൃഷ്ണനെ വണങ്ങാണ്. കൃത അഞ്ജലി വിത്ത് ഫോൾഡഡ് ഹാൻഡ്സ്. എന്നിട്ട് പറയാൻ തുടങ്ങാണ്. അടുത്ത 15ാമത്തെ ശ്ലോകത്തിൽ നിന്ന് അർജുനൻ സംസാരിക്കാൻ പോവുകയാണ്. അപ്പൊ ഇതാണ് ഇത് കണ്ട്, ഈ മഹാ അത്ഭുതം കണ്ട് തല ചരിച്ച് കൈകൾ കൂപ്പി വണങ്ങിക്കൊണ്ട് നമസ്കരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് 15ാമത്തെ ശ്ലോകത്തോട്ട് കിടക്കാം. അർജുന വാച. ഇവിടെ അർജുനൻ കാണുന്ന കാര്യങ്ങളെല്ലാം പറയുവാണ്. ബ്രഹ്മാനാം, പിന്നെ കമല ആസന സ്ഥാം, സീറ്റഡ് ഓൺ ദ ലോട്ടസ് ഫ്ലവർ. കമലത്തിൽ ഇരിക്കുന്ന ആരാണ്? ബ്രഹ്മ, ലോർഡ് ബ്രഹ്മനെ കാണുന്നു, ഋഷികളെ കാണുന്നു, പിന്നെ സർവാൻ, എല്ലാ ഉറഗാൻ, സർപ്പങ്ങളെ കാണുന്നു. എല്ലാം ദിവ്യമായ സർപ്പങ്ങളെ കാണുന്നു. അങ്ങനെ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളെ ഇവിടെ കാണുന്നു എന്ന് കൃഷ്ണൻ പറയുന്നു. എനിക്ക് അങ്ങയുടെ ശരീരത്തില് ദേവതകളെല്ലാരെയും കാണാം, ബ്രഹ്മാവിനെ കാണാം, ശിവനെ കാണാം, ഋഷികളെ കാണാം,
അങ്ങനെ ദിവ്യമായിട്ടുള്ള സർപ്പങ്ങളെ കാണാം. ഇതാണ് ഈ 13, 14, 15 ശ്ലോകങ്ങളുടെ ഏകദേശം അർത്ഥം. അപ്പൊ ഞാൻ അപ്പോഴേ പറഞ്ഞ പോലെ നമുക്ക് ഒരാളുടെ മഹിമ കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഭക്തി ഉണ്ടാവും. അപ്പോൾ അതിനാണ് ഇത് കഴിഞ്ഞ് വിശ്വരൂപം കഴിഞ്ഞിട്ട് അടുത്ത ചാപ്റ്റർ ഭക്തിയോഗ, അത് കഴിഞ്ഞിട്ട് ജ്ഞാനയോഗം ഉണ്ട്. അപ്പോൾ പക്ഷെ ആദ്യമായിട്ട് ഉണ്ടാവുന്നത് ഭക്തിയാണ്. പിന്നെ പിന്നെ തോന്നും ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അപ്പൊ അതിന്റെ ജ്ഞാനം വേണമെന്ന് തോന്നുമായിരിക്കും. ഭക്തി കഴിഞ്ഞിട്ട് ചിലപ്പോൾ ജ്ഞാനം വേണമെന്നായിട്ട് തോന്നുമായിരിക്കും. പക്ഷേ നമ്മളിപ്പോ അദ്വൈതത്തിന്റെ ചില മെഡിറ്റേഷൻ സെഷൻസ് എടുക്കുന്നുണ്ട്. ഈ ഭക്തിയും ഈ കാണുന്ന കാര്യങ്ങളൊക്കെ ഏത് സത്യത്തിൽ വരും എന്ന് പറഞ്ഞാല്, ഒന്ന് പ്രതിഭാസിക സത്ത, 2 വ്യാവഹാരിക സത്ത, പരമാർത്ഥിക സത്ത എന്ന് പറഞ്ഞ 3 ലെവൽ ഓഫ് ട്രൂത്ത് ഉണ്ട്. പ്രതിഭാസിക സത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വപ്നലോകം. വ്യാവഹാരിക സത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ ജാഗ്രത, സാധാരണ വേക്കിംഗ് സ്റ്റേറ്റ്. ഈ വേക്കിംഗ് സ്റ്റേറ്റിൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ഇവിടെ വിശ്വരൂപ ദർശനം എന്ന് അദ്വൈതത്തിൽ പറയുന്നത്. അപ്പൊ ഇനി അത് പരമാർത്ഥികമായിട്ടില്ലയോ എന്ന് ചോദിച്ചാല് അതാണ് ഭക്തിയും ഈ ഭക്തിയോഗയും അദ്വൈതത്തിലുള്ള വ്യത്യാസം. അപ്പോൾ ഇതിൻ്റെയും മേളിൽ ഒരു സത്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കോൺഷ്യസ്നെസ് ആണ്. ഇവിടെ കാണുന്നത് രൂപം ഇത്രയും വലുതാണെങ്കിലും ഇതെല്ലാം ഒരു കോൺഷ്യസ് ആണ്. അതാണ് പരമാർത്ഥിക. അപ്പോൾ ഇത്രയും രീതിയിൽ വെറൈറ്റി കാണുവാണെങ്കിലും ഇതിൻ്റെ പുറകിൽ ഒരേ ഒരു കോൺഷ്യസ്നെസ് ഉണ്ട് എന്ന് ആ ഒരു അനുഭവം വരുന്നതാണ് പരമാർത്ഥിക സത്ത. ഇപ്പൊ 3ാമത്തെ സ്റ്റേജ്. അപ്പൊ ഇവിടെ കാര്യവും കൃഷ്ണനാണ്, കാരണവും കൃഷ്ണനാണ്, കോസ് എഫക്റ്റ് എല്ലാം കൃഷ്ണനായിരിക്കും. അപ്പൊ ഇവിടാണ് കുറെ നമ്മുടെ ഓർഗനൈസേഷൻസ് ഉണ്ടല്ലോ, ഇസ്കോൺ അല്ലെങ്കിൽ രാമകൃഷ്ണ മഠ്, പിന്നെ പല ഓർഗനൈസേഷനിലും ഇവിടെ കുറച്ചൊക്കെ എന്താണ് ഡിഫറൻസ് ഉണ്ടാകുന്നു. ഇപ്പൊ ഇസ്കോൺ പറയും ഇതിലും വലിയൊരു സത്യമില്ല. ഇസ്കോൺ വ്യവഹാരിക, ഇപ്പൊ അദ്വൈതത്തിൽ പറയുന്ന വ്യവഹാരിക സത്ത ആണ് സുപ്രീം, കൃഷ്ണനാണ് സുപ്രീം എന്ന് ഇസ്കോൺ ഓർഗനൈസേഷൻ പറയുന്നു. അത് ഭക്തിയോഗ. സാധാരണ എല്ലാ റിലീജിയനും പറയുന്ന രീതിയിൽ ഇസ്കോണിൽ ഈ കൃഷ്ണനാണ് എല്ലാം, അതുകൊണ്ടാണല്ലോ കൃഷ്ണ കോൺഷ്യസ്നസ് ഉള്ളത്. അതേസമയം ഇത് വ്യവഹാരിക സത്ത മാത്രമേ ഉള്ളൂ, ഇതിൻ്റെ മേളിലാണ് പാരമാർത്ഥിക സത്ത എന്ന് അദ്വൈതം പറയും. ഏതായാലും ഇതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ ധർമ്മവും ഈ പ്രപഞ്ചം എന്താണെന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യണം, എല്ലാ മതവും എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ ഈ വിശ്വരൂപ ദർശനം സനാതന ധർമ്മത്തിൻ്റെ വലിയൊരു എക്സ്പ്ലനേഷനായിട്ട് പ്രപഞ്ചം എന്താണ് എന്നുള്ളത് ഈ വിശ്വരൂപ ദർശനത്തിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു. എല്ലാം കൃഷ്ണൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ കൃഷ്ണന്റെ ഭക്തനാണെങ്കിൽ കൃഷ്ണൻ തന്നെയാണ് എടുക്കുക, അല്ലെങ്കിൽ ശിവന്റെ ഭക്തനാണെങ്കിൽ അല്ലെങ്കിൽ ദേവിയുടെ ഭക്തനാണെങ്കിൽ അങ്ങനെ എടുക്കാം. രാമന്റെ ഭക്തനാണെങ്കിൽ രാമന്റെ പ്ലേസിൽ കൃഷ്ണന്റെ പ്ലേസിൽ രാമൻ വരും. അങ്ങനെ ഇതൊരു ജനറലൈസ്ഡ് വിശ്വരൂപമായിട്ടും നമുക്ക് എടുക്കാം. പക്ഷെ ഇവിടെ മഹാഭാരതത്തിലെ ഭഗവത്ഗീതയിൽ വന്നുകൊണ്ട് ഇവിടെ ഞാൻ എന്ന് പറയുമ്പോൾ കൃഷ്ണനായിട്ട് ഇവിടെ എടുക്കുന്നു. പക്ഷെ പൊതുവെ നമുക്ക് ഈ വിശ്വരൂപം ആരുടെ ഭക്തനാണോ ഞാൻ, ആ
ആ ദൈവത്തിൻ്റെ ഗണപതിയാണെങ്കിൽ ഗണപതി, അങ്ങനെ എടുത്ത് നമുക്ക് ഈ വിശ്വരൂപത്തെ കാണാൻ സാധിക്കും. അപ്പോൾ 13, 14, 15 ചാപ്റ്ററിൻ്റെ ഏകദേശം അർത്ഥമാണ് ഇതുവരെ കേട്ടത്. നമുക്ക് ഒരു 10 മിനിറ്റ് കൂടെ ഉണ്ട്, പക്ഷെ ആ 10 മിനിറ്റ് നമുക്ക് ലാസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇനിയും അടുത്തത് 16, 17, 18 ചാപ്റ്ററിലെ ശ്ലോകങ്ങളുടെ ചാൻറ്റിങ്ങും റിപ്പീറ്റേഷനുമാണ്. അത് കഴിഞ്ഞ് എക്സ്പ്ലനേഷൻ, രുക്മിണി കേസ് ഒക്കെ ചെയ്യുന്നു. ചാൻറ്റിങ്ങിനായിട്ട് സിന്ധുവൊക്കെ ക്ഷണിക്കുന്നു. അതേപോലെ റിപ്പീറ്റേഷനിൽ തിലകമൊക്കെ ക്ഷണിക്കും. ഹരിയും. ശ്ലോകം 16. അനേകബാഹൂദരവക്ത്രനേത്രം അനേകബാഹുദരവക്ത്രനേത്രം പശ്യാമി ത്വാം സർവതോനന്ദരൂപം പശ്യാമി ത്വാം സർവതോനന്ദരൂപം നാന്തന്ന മധ്യന്ന പുനസ്തവാദിം നാന്തം ന മദ്യം ന പുനസ്തവാദിം പശ്യാമി വിശ്വേശ്വര വിശ്വരൂപ പശ്യാമി വിശ്വേശ്വര വിശ്വരൂപ അനേകബാഹൂദരവക്ത്രനേത്രം പശ്യാമി ത്വാം സർവതോനന്ദരൂപം അനേകബാഹൂദരവക്ത്രനേത്രം പശ്യാമി ത്വാം സർവതോനന്ദരൂപം നാന്തം ന മധ്യം ന പുനസ്തവാദിം പശ്യാമി വിശ്വേശ്വര വിശ്വരൂപ നാന്തം ന മദ്യം ന പുനസ്തവാദിം പശ്യാമി വിശ്വേശ്വര വിശ്വരൂപ അനേകബാഹൂദരവക്ത്രനേത്രം പശ്യാമി ത്വാം സർവതോനന്ദരൂപം നാന്തം ന മധ്യം ന പുനസ്തവാദിം പശ്യാമി വിശ്വേശ്വര വിശ്വരൂപ അനേകബാഹൂദരവക്ത്രനേത്രം പശ്യാമി ത്വാം സർവതോനന്ദരൂപം നാന്തം ന മദ്യം ന പുനസ്തവാദിം പശ്യാമി വിശ്വേശ്വര വിശ്വരൂപ. ശ്ലോകം 17. കിരീടിനം ഗതിനം ചക്രിണം ച കിരീടിനം ഗതിനം ചക്രിണം ച തേജോരാശിം സർവതോ ദീപ്തിമന്തം തേജോരാശിം സർവതോ ദീപ്തിം മന്ദം പശ്യാമി ത്വാം ദുർനിരീക്ഷ്യം സമന്താത് പശ്യാമി ത്വാം ദുർനിരീക്ഷം സമന്താത് ദീപ്താനലാർക്കദ്യുതിമപ്രമേയം ദീപ്താനലാർക്കദ്യുതിമപ്രമേയം കിരീടിനം ഗതിനം ചക്രിണം ച തേജോരാശിം സർവതോ ദീപ്തിമന്തം കിരീടിനം ഗതിനം ചക്രിണം ച തേജോരാശിം സർവതോ ദീപ്തിമന്തം പശ്യാമി ത്വാം ദുർനിരീക്ഷ്യം സമന്താത് ദീപ്താനലാർക്കദ്യുതിമപ്രമേയം പശ്യാമി ത്വാം ദുർനിരീക്ഷം സമന്താത് ദീപ്താനലാർക്കദ്യുതിമപ്രമേയം കിരീടിനം ഗതിനം ചക്രിണം ച തേജോരാശിം സർവതോ ദീപ്തിമന്തം പശ്യാമി ത്വാം ദുർനിരീക്ഷ്യം സമന്താത്
दीप्तानलार्कद्युतिमप्रमेयम् किरीटिनं गदिनं चक्रिणं च तेजोराशिं सर्वतो दीप्तिमन्दं पश्यामि त्वां दुर्निरीक्षं समन्तात् दीप्तानलार्कद्युतिमप्रमेयम्. ശ്ലോകം 18 त्वमक्षरं परमं वेदितव्यम् त्वमक्षरं परमं वेदितव्यम् त्वमस्य विश्वस्य परं निधानम् त्वमस्य विश्वस्य परं निदानम् त्वमव्ययः शाश्वतधर्मगोप्ता त्वमव्ययः शाश्वतधर्मगोप्ता सनातनस्त्वं पुरुषो मतो मे सनातनस्त्वं पुरुषो मतो मे त्वमक्षरं परमं वेदितव्यं त्वमस्य विश्वस्य परं निधानम् त्वमक्षरं परमं वेदितव्यं त्वमस्य विश्वस्य परं निदानम् त्वमव्ययः शाश्वतधर्मगोप्ता सनातनस्त्वं पुरुषो मतो मे त्वमव्ययः शाश्वतधर्मगोप्ता सनातनस्त्वं पुरुषो मतो मे त्वमक्षरं परमं वेदितव्यं त्वमस्य विश्वस्य परं निधानम् त्वमव्ययः शाश्वतधर्मगोप्ता सनातनस्त्वं पुरुषो मतो मे त्वमक्षरं परमं वेदितव्यं त्वमस्य विश्वस्य परं निदानम् त्वमव्यय शाश्वतधर्मगोप्ता सनातनस्त्वं पुरुषो मतो मे. ഹരി ഓം. ഹരി ഇവിടെ നമ്മളിന്ന് വിശ്വരൂപ ദർശന യോഗത്തിലെ 16, 17, 18 ശ്ലോകങ്ങളെ കുറിച്ച് പറയാനാണ് എൻ്റെ നിയോഗം. എങ്കിലും അതിന് മുമ്പായിട്ട് ചില കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കാം. സർവ വസ്തുക്കളിലും വിശ്വം മുഴുവനും വ്യാപിച്ചു നിൽക്കുന്ന പരമ്പൊരുളാണ് താൻ എന്ന് ശ്രീകൃഷ്ണൻ വിഭൂതി യോഗത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തന്നു. അതായത് ഈശ്വര ചൈതന്യം ഇല്ലാതെ ഒരു വസ്തു പോലും ഇല്ല എന്ന് സാർ. അതായത് നൂലില് മണികൾ കോർത്തതുപോലെ അങ്ങനെ വ്യക്തമാക്കി. അർജുനൻ 17ാമത്തെ ശ്ലോകത്തില് ഭഗവാനോട് ചോദിക്കുന്നുണ്ട്, കേഷു കേഷു ച ഭാവേഷു ചിന്തിയോസി ഭഗവന്മയ. ആ ചോദ്യത്തിൽ ഏതെല്ലാം ഭാവങ്ങളിലാണ് ഞാൻ അങ്ങയെ ഭജിക്കേണ്ടത് ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരം ആണ് 18 മുതൽ 42 വരെയുള്ള ശ്ലോകങ്ങളിലൂടെ പറഞ്ഞു തരുന്നത്. ഇപ്പം ഇവിടെ ജഡത്തിൽ നിന്ന് ഭിന്നമായിട്ട് ആണെങ്കിലും അഭിന്നമായ ആത്മാവിനെ ഓരോ വസ്തുക്കളെ അപഗ്രഥിച്ച് കാണിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് വിഭൂതി യോഗം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. നമുക്കറിയാം, വിഭൂതി യോഗത്തില് കൃഷ്ണൻ അർജുനനോട് ചോദിക്കുന്നുണ്ട്, ഇത്രയധികം കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് എന്താണ് ഈ വിശ്വത്തെ തന്നെ താങ്ങി നിർത്തുന്നത് എൻ്റെ ഒരംശമല്ലേ എന്ന് ചോദിച്ചാണ് ആ അധ്യായം അവസാനിക്കുന്നത്. ഈ 18 മുതൽ 42 വരെയുള്ള ഉത്തരങ്ങൾ കേട്ടപ്പോഴേക്കും തന്നെ അർജുനന് അതീന്ദ്രിയമായ അനുഭൂതിയാൽ സ്വയം വിസ്മരിച്ച ഒരവസ്ഥയിലെത്തി. അത് സ്വയം വികാസത്തിന്റെ അവശ്യമായ ഒരു ഘടകമാണ്. മാനസിക ഔന്നത്യം കൂടിയേ തീരും.
തന്നെയല്ല, ഈ വിശ്വരൂപ ദർശനം സാധിക്കണമെങ്കിൽ ആ ഒരു തരത്തിലേക്ക് എത്തേണ്ടത് അവശ്യമായ ഒരു ഘടകമാണ്. അതിന് ഭഗവാൻ അർജുനനെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമായിരുന്നു. ഇനി നമ്മുടെ ഭഗവത്ഗീതയുടെ അവലംബം എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായ ഒരു സമീപനമാണ്. ഒരു സിദ്ധാന്തം സ്ഥാപിച്ചെടുക്കണമെങ്കിൽ അതിന് കുറെ വസ്തുതകൾ ഇങ്ങനെ നിരത്തണം. വസ്തുതകൾ നിരത്തിയാൽ മാത്രം പോരാ, അതിന്റെ പ്രായോഗിക പരിശീലനത്തിലൂടെ അതിന്റെ സാധ്യതയും കൂടെ തെളിയിക്കണം. ഇപ്പോ ഈ വിഭൂതി യോഗത്തില് പറഞ്ഞിട്ടുള്ള ആ വസ്തുതകളുടെ ഒരു പ്രായോഗിക പ്രദർശനമാണ് വിശ്വരൂപ ദർശനത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് ചിന്തിക്കാം എന്ന് തോന്നുന്നു. അതിന് ഒരു മൺപാത്രം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം അതിൽ മണ്ണുണ്ട് എന്ന്. എന്നാൽ മണ്ണ് കണ്ടാൽ നമുക്ക് പറയാൻ പറ്റുമോ അതിൽ പാത്രം ഉണ്ടെന്ന്? അങ്ങനെ പറയണമെങ്കിൽ ദിവ്യ ചക്ഷുസ് വേണം. അത് കൈവരണമെങ്കിൽ വൈരാഗ്യം കൊണ്ട് ഉജ്ജ്വലമാകണം, വിവേകം കൊണ്ട് ഉദ്ബുദ്ധമായ ഒരു സൂക്ഷ്മ ബുദ്ധിയും കൂടെ വേണം. അപ്പോഴാണ് അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. മണ്ണിൽ പാത്രത്തെ കാണണമെങ്കിൽ അതുപോലെ തന്നെ നാനാത്വത്തിൽ ഏകത്വം നമുക്ക് കാണാൻ പറ്റും. തിരിച്ചോ, നാനാത്വം ഏകത്വത്തിൽ കാണാൻ സാധിക്കുമോ? അതും സാധാരണക്കാർക്കൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അവിടെ നിസ്സംഗ ഭാവത്തില് പ്രപഞ്ചത്തെ നിരീക്ഷിക്കാൻ കഴിയും. ജ്ഞാനചക്ഷു അത് യോഗിവര്യന്മാർക്കൊക്കെ സാധിക്കും. നമ്മളൊന്നും ആ തലത്തിലേക്ക് എത്തിയിട്ടില്ലല്ലോ. പ്രപഞ്ച വസ്തുക്കള് എല്ലാം ഇങ്ങനെ വേറെ വേറെ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അതിന് കാരണം നമുക്ക് പറയാം, ആകാശമാണെന്ന് പറയാം. അതായത് ഓരോ വസ്തുവിന്റെ ഇടയ്ക്ക് കുറച്ച് സ്പേസ് ഉണ്ട്, സ്ഥലം അല്ലെങ്കിൽ ആകാശം ഉണ്ട്. അതിനൊരു ഉദാഹരണം പറയാം. നമ്മളിങ്ങനെ കൈ നീട്ടിയാൽ നമ്മളിങ്ങനെ പോന്നിട്ട് ഇവിടെ വരെ കൈ തന്നെ പറയും. പക്ഷെ ഈ ഭാഗം വരുമ്പോഴത്തേക്കും നമ്മൾ അതിനെ വിരലെന്ന് പറയും. ഇങ്ങനെ പിടിച്ചാൽ അറിയാം ഇതിന്റെ എല്ലാ ഇടയിലും ഒരു സ്പേസ് വന്നു, സ്ഥലം വന്നു, അല്ലെങ്കിൽ ആകാശം വന്നു. അപ്പൊ ഈ ആകാശം ഉള്ളത് കൊണ്ടാണ് വേറെ വേറെ വസ്തുക്കളായിട്ട് നിൽക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഒരു വേള നമ്മള് ഒരു ഭഗീരഥ പ്രയത്നത്തിലൂടെ ഈ സ്ഥലം അങ്ങ് ഇല്ലാതെയാക്കും. അങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കുക? ഈ പ്രപഞ്ചത്തിലുള്ള ഈ വസ്തുക്കളെല്ലാം കൂടി ചേർന്നു വരും. പലതും ചേതനാചേതനമായ വസ്തുക്കളെല്ലാം കൂടെ ചേർന്ന് ഒരു ഭയങ്കര രൂപത്തിലുള്ള ഒരു വസ്തുവായിട്ട് ചേരും. പക്ഷെ ഓരോ വസ്തുക്കളുടെയും ശേഷിപ്പുകളൊക്കെ അതിൽ കാണും. അങ്ങനെ സംഭവിച്ചൂടെ? ഇനി ഇപ്പൊ നമ്മുടെ മനസ്സിൽ നിന്ന് ഈ സ്ഥലകാല കൽപ്പനകളൊക്കെ അങ്ങ് മാറ്റിയാൽ കാണുന്ന ഒരു രൂപമുണ്ട്. ആ രൂപമാണ് വിശ്വരൂപ എന്ന് നമുക്ക് ചിന്തിക്കാം. ഇനി അങ്ങനെ പറഞ്ഞു വരുമ്പോൾ 16-ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് പോകാം. അനേകബാഹൂദരവക്രനേത്രം പശ്യാമി ത്വാം സർവതോനന്ദരൂപം നാന്തം ന മധ്യം ന പുനസ്തവാദി പശ്യാമി വിശ്വേശ്വര വിശ്വരൂപ. ഇവിടെ അർജുനൻ വർണ്ണിക്കുകയാണ്. വിശ്വരൂപ ദർശനമൊക്കെ കിട്ടി ആ രൂപം വർണ്ണിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ഹേ വിശ്വേശ്വര വിശ്വരൂപ എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ്. എന്താണ്? അനേക ബാഹു ഉദര വക്ര നേത്രം, അസംഖ്യം ബാഹുക്കള്, ഉദരം, വായ്, കണ്ണ്, ഇതെല്ലാം കൂടി ചേർന്ന് ഉള്ള ഒരു രൂപം കാണുന്നു. പിന്നെയോ നാ അന്തം,
ന മധ്യം, അന്തവും ഇല്ല മധ്യവും ഇല്ല ആദിയും ഇല്ല. അങ്ങനെയുള്ള ഒരു രൂപത്തെയാണ് സർവയിടത്തും കാണുന്നതെന്ന് പറയും. അപ്പൊ നമ്മള് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ഈ വിരാട് പുരുഷന്റെ ആകൃതിയാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇവിടെ അർജുനൻ തന്നെ പറയുന്നുണ്ട് ആദിയും മധ്യവും അന്തവും ഒന്നും ഞാൻ കണ്ടിട്ടില്ല എന്ന്. അപ്പൊ തന്നെ അതിൽ നിന്ന് വ്യക്തമാണ് അവ്യക്തമായിട്ടൊരു രൂപമാണ് അർജുനന് പോലും പറയാൻ സാധിച്ചിട്ടുള്ളൂ, അല്ലേ? അത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. എങ്കിലും ആ സൂക്ഷ്മ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാവുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് അങ്ങനെ ഒരു രൂപവർണ്ണന ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് പോയാൽ 17ാമത്തെ ശ്ലോകത്തില് കിരീടിനം ഗതിനം ചക്രിണം ച തേജോരാശിം സർവതോ ദീപ്തിമന്തം പശ്യാമി ത്വാം ദുർനിരീക്ഷ്യം സമന്താത് ദീപ്താനലാർക്കദ്യുതി അപ്രമേയം. ഇവിടെ കിരീടം, ഗദ, ചക്രം ഇവയോടുകൂടിയ തേജോരാശി, തേജോമയനായ സർവത്ര പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രൂപത്തെയാണ് കാണുന്നത്. അതാണ് ദീപ്ത അർക്ക അനല, അർക്കൻ അനൽ, അല്ലെ? സൂര്യനെ പോലെ അഗ്നിയെ പോലെ ജ്വലിക്കുന്ന പ്രകാശിക്കുന്ന തേജോമയനായിട്ടുള്ള ഭഗവാനെയാണ് കണ്ടതെന്ന് പറയുന്നു. പിന്നെ പറയുന്നു അപ്രമേയമാണെന്ന് പറയുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ആദിയും അന്തവും മധ്യവും ഒന്നും കാണുന്നുമില്ല. പിന്നെ എങ്ങനെയാണ് ഈ രൂപം ഇങ്ങനെയൊക്കെ ആണെന്ന് പറഞ്ഞറിയിക്കുന്നത്? ഒരു ശ്രമം നടത്തി. അവസാനം അർജുനൻ വിചാരിക്കുകയാണ് ഇതൊന്നും വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല, ആ മഹത്വം എങ്ങനെയൊന്നും വർണ്ണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അപ്രമേയം എന്ന് പറഞ്ഞിട്ട് സ്വയം ആശ്വസിക്കുകയാണ് ചെയ്യുന്നത് അർജുനൻ. ഇവിടെ കിരീടം, കിരീടിനം, കിരീടി എന്നൊക്കെയുള്ള വാക്കുകൾ ഇതിൽ വരുന്നുണ്ട്. അപ്പോ കിരീടം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു രാജാവിന്റെ ചിഹ്നമാണ്. അത് അർഹിക്കുന്നത് എങ്ങനെയുള്ള ആളാണ്? ഇന്ദ്രിയ വ്യാപാരങ്ങളെയും ചിത്തവൃത്തികളെയും നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരാൾക്കാണ് കിരീടം ധരിക്കാൻ പറ്റും, അതിനുള്ള അവകാശമുള്ളത്. അത് രാജാവാണ്. ഇവിടെ നമുക്ക് ഭഗവാന് ആ ഒരു യോഗ്യത ഉണ്ടെന്നുള്ളത് അറിയും. പിന്നെ മഹാവിഷ്ണുവിന്റെ കയ്യിലുള്ള ഗദ, ശംഖ, ചക്രം ഇതെല്ലാം പറഞ്ഞു. ഇനി ഇവിടെ ശംഖ് പറയുന്നത് എന്താണ്? അതിൻ്റെ ധർമ്മകാഹളം മുഴക്കുകയാണ് ശംഖ് കൊണ്ട് ചെയ്യുന്നത്. ധർമ്മകാഹളം നമ്മുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുക. ധർമ്മത്തിന്റെ അത് കേട്ടില്ലെന്ന് വെച്ച് ആ കർത്തവ്യത്തിൽ നിന്ന് മാറി അതിനെ അവഗണിച്ച് മാറിപ്പോയാല് എന്താ ഉണ്ടാവുക? പ്രഹരിക്കാനുള്ള ഗദയുണ്ട് കയ്യിൽ. ആ ഗദ കൊണ്ടൊരു മോട് കൊടുക്കും. എന്നിട്ടും ജനങ്ങളിൽ കർത്തവ്യബോധം ഇല്ലാതായി കഴിഞ്ഞാലോ, നമുക്കറിയാം നാട്ടില് അന്തഛിദ്രം ഉണ്ടാവും, പ്രകൃതിക്ഷോഭം ഉണ്ടാവും, അല്ലേ? അതുപോലെയുള്ള പല കാര്യങ്ങളും ഭഗവാൻ ചെയ്തു നോക്കും. എന്നിട്ടും നേരെ ആയില്ല എന്നുണ്ടെങ്കിൽ കയ്യിലുണ്ട് ഒരു ചക്രം, അല്ലേ? കാലചക്രമുണ്ട്. ചക്രം എടുത്ത് പ്രയോഗിക്കുകയാണ്. അങ്ങനെ അതാണ് ശംഖചക്ര ഗദ, അതിന്റെ സൂചനകൾ എന്ന് മനസ്സിലാക്കും. ഇനി അങ്ങനെ പോയാല്
ഇനി പ്രകാശം എന്ന് പറഞ്ഞാലോ? ഭൗതികമായ പ്രകാശമല്ല, നമ്മള് നമ്മുടെ ഉള്ളിലുള്ള ആത്മചൈതന്യത്തെ ആണ് കാണേണ്ടത്. ആ ചൈതന്യം ഇപ്പം കാഴ്ചയാണ്. നമ്മുടെ കണ്ണിലൂടെ ആ ചൈതന്യം പുറത്തു വന്നിട്ടാണ് ബാഹ്യരൂപങ്ങൾ പ്രകാശിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് ചെവിയിലൂടെ ശബ്ദം പുറത്തേക്ക് വരുമ്പോഴാണ് അത് തിരിച്ചറിയാൻ പറ്റുന്നത്. അങ്ങനെ ഓരോ ഇന്ദ്രിയത്തിന്റെയും ധർമ്മം നിർവഹിക്കുന്നത് ഉള്ളിലുള്ള ചൈതന്യത്തിന്റെ ശക്തി കൊണ്ടാണ്. അതുകൊണ്ടാണ് അർജുനൻ ഇവിടെ തേജോരാശി എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്നത്. ദുർനിരീക്ഷ്യം എന്നൊരു പദം പ്രയോഗിച്ചിട്ടുണ്ട്. ഇതുപോലെ അതിബ്രഹ്മാണ്ഡമായ ഒരു രൂപത്തിലാണ് അർജുനൻ ഭഗവാനെ കാണുന്നത്. ആദിയും അന്തവും ഒന്നും ഇല്ലാത്ത ഒരിതില് എന്ന് പറഞ്ഞാൽ അവർക്ക് ദൃഷ്ടിഗോചരമല്ല, അത്രയ്ക്കും ദുർനിരീക്ഷ്യമാണത്. അത് ഇന്ദ്രിയങ്ങൾക്ക് വശംവദമാകുന്നതല്ല എന്ന് മനസ്സിലാക്കണം. ഇനി ഇതുപോലെയൊക്കെ വർണ്ണിക്കുന്നുണ്ടെങ്കിലും നമ്മള് നമ്മളുടെ ഉള്ളിലേക്ക് തന്നെയാണ് നോക്കേണ്ടത്. ദ്രഷ്ടാവും സൃഷ്ടി നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് അത് മനസ്സിലാക്കേണ്ടത്. എല്ലാം നമ്മുടെ ഉള്ളിലാണ്. അതായത് നമ്മൾ തന്നെയാണ് ഈശ്വരൻ എന്ന് അറിയാൻ കഴിയണം. ആ ഒരു ചിന്തയാണ് നമ്മൾക്കുണ്ടാകേണ്ടത്. അത് നമുക്കറിയാം, ഈ പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളിലും ഈശ്വരനുണ്ട് എന്ന് പറയും. അപ്പൊ നമ്മളുടെ ഉള്ളിലും ഈശ്വരനുണ്ട്, നമ്മൾ തന്നെ ഈശ്വരനാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. 18ാമത്തെ ശ്ലോകത്തിലേക്ക് പോയാല് ത്വമക്ഷരം പരമം വേദിതവ്യം ത്വമസ്യ വിശ്വസ്യ പരം നിധാനം ത്വമവ്യയ ശാശ്വത ധർമ്മഗോപ്ത സനാതനസ്ത്വം പുരുഷോ മതോ മേ. ഇവിടെ ത്വം അക്ഷരം, അങ്ങ് അക്ഷരമാണ്, ക്ഷരമില്ലാത്തതാണ്. വേദിതവ്യം പരമം, എന്താണ് വേദിതവ്യം? അറിയപ്പെടേണ്ട പരമമായ സ്ഥാനമാണ്, ആളാണ് നീ. ത്വം അസ്യ വിശ്വസ്യ, ഈ വിശ്വത്തിന്റെ തന്നെ നായകനാണ്, അധിഷ്ഠാനമാണ്, അല്ലെ? സൃഷ്ടിയും സ്ഥിതിയും ആ പരമ്പൊരുളിലാണ് അടങ്ങിയിരിക്കുന്നത്. ഇനി സനാതന ധർമ്മങ്ങളുടെ രക്ഷകനാണ്. ഇപ്പോ അർജുനൻ ഒരു വിരാട് രൂപമൊക്കെ കണ്ടു എന്ന് പറഞ്ഞു. അത് കണ്ടിട്ട് ഒരു ദിവ്യമായ ഒരു അനുഭവമൊക്കെ ഉണ്ടായി. സ്വബുദ്ധിക്ക് കൊണ്ട് അത് വിവരിക്കാനൊന്നും പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു അർജുനൻ. പക്ഷെ ആ രൂപത്തിന്റെ പിന്നിലും ഒരു ശക്തി ഉണ്ട് എന്ന് അർജുനൻ മനസ്സിലാക്കി. ആ ശക്തിയിൽ തന്നെയാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി നിലനിൽപ്പും. അതിന് കാരണം ആ ശക്തിയാണെന്നും അർജുനൻ മനസ്സിലാക്കിയിട്ടുണ്ട്. സ്ഥലകാല പരിമിതികൾ ഉള്ള വസ്തുക്കളാണ് നമ്മൾ പുറത്തേക്ക് നോക്കിയാൽ ചുറ്റിലും കാണാൻ കഴിയുന്നത്. അതിന്റെ
ഇതെന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഇങ്ങനെ മാറ്റത്തിന് വിധേയമാണ്. അപ്പോ ഈ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന വസ്തുക്കൾക്ക് അല്ലാതെ സ്ഥായിയായ ഒരു ഭാവത്തിലുള്ള വസ്തു ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. സാക്ഷീഭൂതനായിട്ട് ഒരു വസ്തു ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. അതാരായിരിക്കാം? ആ പരമ്പൊരുളാണ്. അതിനെ നമ്മൾ ആത്മാവെന്ന് പരമാത്മാവെന്ന് എല്ലാം പറയും. അതാണ് പറയുന്നത് ത്വം അസ്യ വിശ്വസ്യ പരം നിധാനം എന്ന പ്രഖ്യാപനത്തിലൂടെ അർജുനൻ അത് നമ്മളെ കൂടുതൽ വ്യക്തമാക്കി തരാണ്. അപ്പോ ഈ വിശ്വരൂപ ദർശനമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അർജുനന്റെ മനസ്സിൽ നിന്ന് ഈ സ്ഥലകാല കൽപ്പനകള് ഭഗവാൻ കളഞ്ഞപ്പോഴാണ് ആ ദർശനം സാധിച്ചത്. പക്ഷെ ഈ സ്ഥലബോധത്തെ കുറിച്ചുള്ള ആ ഇത് മുഴുവനായിട്ടും അർജുനന്റെ മനസ്സിൽ നിന്ന് നീങ്ങിയിരുന്നില്ല. അതുകൊണ്ടോ ഈ വിശ്വം മുഴുവനും ഭഗവാന്റെ ശരീരത്തില് ഒതുങ്ങിയതായിട്ടാണ് അർജുനൻ കണ്ടത്. എന്നിരുന്നാലും ആ വിശ്വരൂപ ദർശനത്തോടു കൂടി അർജുനന്റെ സത്യബുദ്ധിയൊക്കെ ഉദിച്ചു, ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം വരികയും ചെയ്തു. അങ്ങനെ 18ാമത്തെ ശ്ലോകം അത് പറഞ്ഞു വയ്ക്കുന്നു. അപ്പോ വ്യാസഭഗവാൻ ഒരേ സമയം തത്വചിന്തകനും കവിയും നാടകകൃത്തും ഒക്കെ ആയിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും, അല്ലേ? ഭഗവാൻ വ്യാസഭഗവാന്. കാരണം എന്താ? അർജുനന്റെ ഈ അമ്പരപ്പ്, വിസ്മയം, ഭയം, ഭക്തി, വിനയം തുടങ്ങിയ എല്ലാ ഭാവഭാവങ്ങളും തന്മയത്തോടുകൂടി ഗീതയിലൂടെ നമ്മൾക്ക് കാണിച്ചു തരുകയാണ്. ഇവിടെ വരച്ചു കാണിച്ചു തന്നിരിക്കുകയാണ് വ്യാസഭഗവാൻ. അപ്പോ ആ പാദാരവിന്ദങ്ങളിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം. ഹരിയോമക്ക, വളരെ നല്ല രീതിയിൽ നമുക്ക് 16, 17, 18 ശ്ലോകങ്ങളെ വിവരിച്ച രുക്മിണി കേസൊക്കെ നന്ദി. അതേപോലെ ഇന്ന് ചാൻറ്റിങ് ഗൈഡൻസ് ചെയ്ത സിന്ധു പ്രമോദക്ക, റിപ്പീറ്റേഷൻ ചെയ്ത ഓമനക്കുട്ടിയക്ക, തിലകമക്ക, എല്ലാവർക്കും നന്ദി. നമ്മൾ വിശ്വരൂപ ദർശനത്തിലെ 13 - 18 വരെ ഉള്ള ശ്ലോകമാണ് നമ്മൾ കേട്ടത്. നമ്മളെല്ലാവരും വളരെ ഗൗരവത്തിലിരിക്കുന്നു. ഒരു ചെറിയൊരു കാര്യം പറയാം. എന്നെ ഈ ഓൺലൈനിൽ കണ്ട് ലാസ്റ്റിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്നേഹമില്ലിൽ കാണുമ്പോൾ ഇതാണോ ഗോപൻ എന്ന് പറയുന്നത്? നേരെ തിരിച്ച് ഉള്ള ഗൗരവവും കളയുന്ന രീതിയിലാണ് ചിലപ്പോൾ നമ്മളെ കാണുമ്പോൾ. അപ്പം ഏതായാലും ഞാനൊരു ചെറിയൊരു തമാശയുടെ രീതിയിൽ പറഞ്ഞാണ്. ഏതായാലും പലവർക്കും നമ്മൾ കാണുമ്പോഴാണ് സത്യത്തിൽ പല കാര്യങ്ങളും നമ്മൾ കേട്ട് കാണും ചിലപ്പോൾ, പക്ഷെ കാണുമ്പോഴാണ് അതിൻ്റെ കംപ്ലീറ്റ് എഫക്റ്റ് വരുന്നത്. അപ്പോൾ കൃഷ്ണന് ഇപ്പോൾ അക്ക പറഞ്ഞ പോലെ, രുക്മിണി അക്ക പറഞ്ഞ പോലെ വിഭൂതി യോഗത്തിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി. എന്നാൽ പിന്നെ ഒന്ന് കണ്ടു കളയാം എന്ന് വിചാരിച്ചപ്പോഴാണ് ചോദിച്ച് ഈ വിശ്വരൂപ ദർശനം നടത്തുന്നത്. അതോടെ കംപ്ലീറ്റ് സറണ്ടറായി. ഇനിയും ഉണ്ട് സംശയങ്ങൾ അർജുനിൽ, പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ സറണ്ടറായി. ഭക്തി യോഗയുടെ സ്ഥിതി എത്തിക്കഴിഞ്ഞു. കംപ്ലീറ്റ് സറണ്ടർ ചെയ്തിരിക്കുന്നു കൃഷ്ണനോട് അർജുൻ. അതില് നമ്മൾ ഇനി മുൻപോട്ട് അർജുനൻ വിവരിക്കുന്ന കാര്യങ്ങളാണ് കാണാൻ പോകുന്നത്.
ഇനി ആർക്കെങ്കിലും ഇവിടെ സംശയമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കൂട്ടിച്ചേർക്കണമെങ്കിൽ ഒരു 3-4 മിനിറ്റ് കൂടെ ഉണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം, സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ അക്ക പറഞ്ഞ പോലെ, രുക്മിണി അക്ക പറഞ്ഞ പോലെ, നമ്മുടെ സമയം, ഈ സ്ഥലകാല ബോധം കംപ്ലീറ്റ് ആയിട്ട് സാധാരണ പോലെ ഇരിക്കുകയാണെങ്കിൽ നമുക്കിത് അപ്രിഷ്യേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആകെപ്പാട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, നമ്മുടെ സ്വന്തം ഒരു ഫ്രണ്ട്, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിക്കുന്ന ഒരാള് ഇങ്ങനെ ഒരു രൂപം ഉണ്ടാകുമോ? എനിക്ക് തോന്നുന്നു ആദ്യം നല്ല പേടിയുണ്ടാവും. നമ്മൾ പലപ്പോഴും ഈ ആകാശത്തോട്ട്, ചിലപ്പോൾ ഓപ്പൺ ഗ്രൗണ്ടുള്ള ഓപ്പൺ സ്ഥലത്തുള്ളത് ആകാശത്തിലോട്ട് നോക്കുമ്പോൾ വലിയൊരു ലൈറ്റ്നിങ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ചുഴലിക്കാറ്റ് ഇങ്ങനെ താഴേന്ന് ആകാശത്തിലോട്ട് ഉള്ളിലോട്ട് വരെ അങ്ങ് പോയിരിക്കുക. അത് നോക്കുമ്പോൾ തന്നെ എൻ്റെ അമ്മോ, ഒരു പേടി, ഭയങ്കര പേടിയുണ്ടാവും. അപ്പോൾ ചിലത് കണ്ടിട്ടുണ്ട്, ഞാനൊരു ചുഴലിക്കാറ്റ് ഇങ്ങനെ ഏതോ ഒരു ഗ്രൗണ്ടിൽ ഇങ്ങനെ വീർപ്പോളുണ്ടല്ലോ, അത് താഴേന്ന് അങ്ങ് ആകാശത്തിൽ അങ്ങ് പോയിരിക്കുക, അത് ഒരു എൻഡില്ല. എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ ഒരു കാര്യം കാണുമ്പോൾ നമുക്ക് വിശ്വരൂപ ദർശനത്തിന്റെ ചെറിയൊരു 1%, 0.001% കണ്ടാൽ തന്നെ നമുക്ക്, അപ്പോൾ അർജുനൻ എത്ര കഴിവുള്ള ഒരു മനുഷ്യനാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അർജുനന് നല്ല ജ്ഞാനവുമുണ്ട്. ഇത് കാണാനുള്ള ഒരു കഴിവ് ഉണ്ടെന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യം. ഏതായാലും നമുക്കിത് കേൾക്കാനുള്ള, ഇത് മനസ്സിലാക്കാനും ഇത് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് തന്നെ എനിക്ക് തോന്നുന്നു നമുക്കൊരു ഭാഗ്യമാണ്. നമ്മൾ ശരിക്കും ഇത് കണ്ടില്ലെങ്കിലും, ശരിക്ക് വിശ്വരൂപം കണ്ടില്ലെങ്കിലും, ഈ വരികളിലൂടെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. എല്ലാവർക്കും ഇന്ന് പങ്കുചേർന്ന് ഇവിടെ എല്ലാവർക്കും നന്ദി. നേരെ ഇരിക്കാം. ലോകകല്യാണ മന്ത്രം. കൈകൾ നമസ്കാരസ്ഥിതി, കണ്ണുകൾ മൃദുവായി അടയ്ക്കാം, മുഖത്ത് മന്ദഹാസം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.